നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഈ രാജ്യത്ത് നീതി പുലരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമേകുന്നതാണ് അടുത്ത കാലത്തായി രാജ്യത്തെ ഉന്നത നീതിപീഠത്തിൽ നിന്നും ഉണ്ടാകുന്ന ഇടപെടലുകൾ. അതിലൊന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കീഴിൽ തുടങ്ങിയ ഫാക്ട് ചെക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ്. ജനാധിപത്യത്തിന്റെ നാലാം തൂൺ എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ നാവരിയാനുള്ള കുടിലതന്ത്രത്തിനാണ് താൽക്കാലികമായെങ്കിലും വിരാമമായിരിക്കുന്നത്. BJPയെ താങ്ങി നിർത്തുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളിലൊന്നും തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വാർത്തയും ഉണ്ടാകില്ല. ബദൽ മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്നത്. ഈ ചെറുപ്രതിരോധങ്ങളെ അപ്പാടെ വിഴുങ്ങാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനാണ് സുപ്രീം കോടതി ബ്രേക്ക് ഇട്ടിരിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി M. പ്രകാശൻ മാസ്റ്റർ, നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ആദ്യം BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസിലേക്കാണ് പോകുന്നത്. ശ്രീ P. കൃഷ്ണദാസ്, ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ സുപ്രധാനമായ ഈ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കീഴിൽ ഫാക്ട് ചെക്ക് യൂണിറ്റിൻ്റെ പ്രവർത്തനം വരുന്നു. അവർക്ക് എല്ലാ അധികാരങ്ങളും ഏർപ്പാടാക്കിക്കൊണ്ടുള്ള മന്ത്രാലയത്തിൻ്റെ ഉത്തരവാണ് ഇന്നലെ ഏതാണ്ട് ഈ സമയത്ത് പുറത്തിറങ്ങിയത്. പക്ഷേ 24 മണിക്കൂർ പിന്നിടും മുൻപേ, ഏതാണ്ട് അത് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഈ വിജ്ഞാപനത്തിന് സുപ്രീം കോടതിയിൽ നിന്നും വളരെ കൃത്യമായൊരു തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് എതിരായ വാർത്തകളെ തമസ്കരിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എങ്ങനെയാണ് BJP കോടതിയുടെ ഇടപെടലിനെ കാണുന്നത്? അല്ല, അതൊരു ഫാക്ട് ചെക്കിംഗ് മെഷർ എന്നുള്ള നിലക്ക് മാത്രമേ അല്ലേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പുമായി എന്താ ബന്ധമുള്ളത് നീലിമ? അതിൽ തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല. സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന പരാമർശങ്ങളെ സംബന്ധിച്ചോ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചോ ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷർ എന്നുള്ള നിലക്ക് മാത്രമല്ലേ അതിനെ കാണേണ്ടതുള്ളൂ. അത് നമ്മുടെ രാജ്യത്ത് എത്രയോ തെറ്റായി ഉപയോഗിക്കപ്പെടുന്ന വിഷയങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് വരുന്ന കാലത്ത് എത്രയോ തെറ്റായ വാർത്തകളും പ്രചരണങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ചു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക, വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തുക, ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിൽ ജനാധിപത്യ വിരുദ്ധമായി അല്ലെങ്കിൽ ആരെയെങ്കിലും തെറ്റായ തരത്തിൽ വ്യാഖ്യാനിക്കുന്നതോ തെറ്റായ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ വിലക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. അത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെയും ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ ക്രമത്തിൽ അതെല്ലാം നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതല്ലെങ്കിൽ തന്നെയും നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിക്കെതിരെയോ ഒരാൾക്കെതിരെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരെയോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ബന്ധം? ശ്രീ P. കൃഷ്ണദാസ്, ഈ പറയുന്ന വാദങ്ങളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ പറയുന്ന വാദങ്ങളും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള BJPക്കെതിരായ വാർത്തകൾ വരുന്നതിനെ തമസ്കരിക്കാനാണ് അല്ലെങ്കിൽ ഇല്ലാതെയാക്കാനാണ് ആ തരത്തിലൊരു ഓർഡർ ഇറക്കിയത് എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകേണ്ട സാഹചര്യം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആളുകളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിൽ ഏതെങ്കിലും പാർട്ടികളുടെ ഏതെങ്കിലും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ടോ? അപ്പൊ അതൊന്നുമല്ല ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഒരു ദുരുദ്ദേശം മുൻനിർത്തിക്കൊണ്ടൊന്നുമല്ല ഇത്തരത്തിൽ ഫാക്ട് ചെക്ക് യൂണിറ്റിനെ പൂർണ്ണമായും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കിയത് എന്നാണ് അങ്ങയുടെ വാദം. CPIM പ്രതിനിധി M. പ്രകാശൻ മാസ്റ്ററിലേക്ക് പോവുകയാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നത് തന്നെ ഏറെ ദുരൂഹമാണ്. കാരണം ബോംബെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യവഹാരം നടക്കുകയാണ്. മാർച്ച് 14 ഈ വിഷയം ഇത് സ്റ്റേ ചെയ്യാൻ ബോംബെ ഹൈക്കോടതി വിസമ്മതിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, കുനാൽ കംറ തുടങ്ങിയ ഹർജിക്കാർ
ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യവുമുണ്ട്. അതായത് പൂർണ്ണമായും ലിറ്റിഗേഷന്റെ ഭാഗമായി ഈ കേസ് അവിടെ കിടക്കുകയാണ്. ഇതിനിടയിലാണ് വളരെ ധൃതി പിടിച്ച് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാം നിലവിൽ വന്നതിന് ശേഷം വളരെ ധൃതി പിടിച്ച് ഇന്നലെ ഇലക്ട്രോണിക്സ് മന്ത്രാലയം ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. ഈ വിജ്ഞാപനത്തെ അത്ര കണ്ട് നിഷ്കളങ്കം എന്ന് പറയാൻ കഴിയുമോ? നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ മാധ്യമങ്ങളുടെ നേരെയും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുമുള്ള രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ കാലത്തൊഴിച്ച് മറ്റൊരു കാലത്തും ഉണ്ടാവാത്ത രൂപത്തിലുള്ള കടുത്ത കയ്യേറ്റങ്ങൾ നടക്കുകയാണ്. എത്രയെത്ര പത്രപ്രവർത്തകന്മാരെയാണ് നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിരിക്കുന്നത്? നിരവധി ആളുകളുടെ അനുഭവം നമ്മുടെ എല്ലാം മുമ്പിലുണ്ടല്ലോ. മാത്രമല്ല, നരേന്ദ്രമോദിക്കും അതുപോലെ BJPക്കുമെതിരായി ശബ്ദിക്കുന്ന ശബ്ദങ്ങൾ ഇല്ലാതാക്കുക, ഇതൊരു പരിപാടിയായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണല്ലോ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്ന അറസ്റ്റും അവിടെ നടന്നിരിക്കുന്ന റെയ്ഡുമെല്ലാം ഈ സമീപകാലത്തുണ്ടായ സംഭവമാണ്. എന്താണ് ന്യൂസ് ക്ലിക്കിനെതിരെ ഈ നിലക്കെല്ലാമുള്ള കാര്യങ്ങൾ വരുന്നതിന് ആധാരമാവുന്നത്? നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ കാര്യങ്ങളെ വിമർശിക്കാൻ ശക്തമായ നിലക്ക് ആ മാധ്യമം മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യത്തെമ്പാടുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല. ഈ ഒരു നിലപാടാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നിലക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ പറയുന്ന PIBക്ക് കീഴിൽ ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നതിൻ്റെ കാര്യം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൃഷ്ണദാസ് പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ, അത് എന്താ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടുള്ളതാണോ? വ്യക്തിഹത്യ പാടില്ല, അതുപോലെ തന്നെ വ്യക്തികളെ അപമാനിക്കുന്നത് ഒഴിവാക്കണം, വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. ഇതെല്ലാം എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുകയാണെങ്കിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടി BJP ആണ്. അവരുടെ അടിസ്ഥാനം തന്നെ ഈ പറയുന്ന പോലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുക എന്നതാണല്ലോ. അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ അതിനെല്ലാം പുറമേ നടത്തിയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ഫാക്ട് ചെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനം. അതെന്തിനു വേണ്ടിയാണ്? ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുക. വ്യക്തമല്ലേ? ഗവൺമെൻറ് വിമർശിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ വരുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കുക. ഇതാണ് അവരുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെല്ലാം നിലപാടുകളാണോ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്, ഇതിൽ മാത്രമല്ല ഇപ്പോൾ ED, അതുപോലെ CBI, അതുപോലുള്ള മറ്റ് ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവയെല്ലാം എങ്ങനെയാണോ നിർലജ്ജമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും അതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അതേപടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇപ്പം നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് കെജ്രിവാളിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്, ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നത് മഞ്ഞതുപോലെ കാണിക്കാൻ അവർ സന്നദ്ധമല്ല. അപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എത്ര ഗുരുതരമായ നിലയിലാണ് രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ BJPയുടെ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനേറ്റിരിക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ കാര്യം സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലെ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉന്നത നീതിപീഠത്തിൽ നിന്നും കോടതികളിൽ നിന്നും ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ വിധിന്യായങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലൊന്നാണ് ഇന്ന് PIBയുടെ ഫാക്ട് ചെക്കുമായി ബന്ധപ്പെട്ട ഫാക്ട് ചെക്ക് യൂണിറ്റുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിലുള്ള സ്റ്റേ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇന്നലെ രാത്രി ഏതാണ്ട് ഇതേ സമയത്താണ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. ഏതാണ്ട് ഒരു 12 മണിക്കൂർ പിന്നീട് മുൻപേ തന്നെ സുപ്രീം കോടതി ആ വിജ്ഞാപനം റദ്ദാക്കപ്പെടുന്ന, അതിന് സ്റ്റേ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. റദ്ദാക്കലല്ല, സ്റ്റേ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. താൽക്കാലികമായെങ്കിലും വലിയ ആശ്വാസമല്ലേ ഇക്കാര്യത്തിൽ ഈ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണൊക്കെ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ, അടിയന്തരമായ ഇടപെടൽ, അത് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പലതരം ക്രമക്കേടുകളുണ്ടാകും, അട്ടിമറിക്കപ്പെടുന്നതിനുള്ള സാധ്യതകൾ പോലുമുണ്ട്.
അവയെല്ലാം കടക്കാനുള്ള നമ്മുടെ ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് നീതിപൂർവകമായി തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി കോടതിയുടെ ഇടപെടൽ ചില ഘട്ടങ്ങളിൽ ആവശ്യമായി വരും. ഇവിടെ ഇപ്പോൾ ഫാക്ട് ചെക്കിംഗ് എന്നൊരു വാക്കാണ് നമ്മൾ കേൾക്കുന്നത്. പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് എന്ന് പോലും സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. വസ്തുതാപരമായ പരിശോധന, അത് തന്നെയാണ് ഈ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ വസ്തുതാപരമായ ശരിയും തെറ്റും പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അത് PIB എന്ന സ്ഥാപനത്തിന് നൽകിയിരിക്കുകയാണ്. PIB എന്ന് പറഞ്ഞാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗവൺമെൻറ് സ്ഥാപനം തന്നെയാണത്. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് പത്ര സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയപ്പോൾ ആ സെൻസർഷിപ്പ് നടപ്പാക്കുന്നതിൻ്റെ അധികാരം, അതിൻ്റെ ചുമതല നൽകിയിരുന്നത് PIB ഉദ്യോഗസ്ഥന്മാർക്കായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗവൺമെൻറ്റും PIBയും തമ്മിലുള്ള ബന്ധം. ഗവൺമെൻറ്റിൻ്റെ പ്രസിദ്ധീകരണം, പബ്ലിസിറ്റി, അതൊക്കെയാണ് അവയുടെ PIBയുടെ ജോലി. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ വരുന്ന വാർത്തകളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ് സ്ഥാപനത്തെ തന്നെ, ഗവൺമെൻറ് ഏജൻസി പോലുമല്ല, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തെ തന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിരോധാഭാസമാണ്, അത് എത്രമാത്രം ഒരു വിധത്തിലുള്ള കോമഡിയായി അത് മാറും എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നൊക്കെ നമ്മൾ കുറേ കാലമായി കേൾക്കുന്നുണ്ട്. അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ എന്ന അവസ്ഥ പിന്നിട്ട് ഇപ്പോൾ ഏറെക്കുറെ പ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന യാതൊന്നും ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാൻ പാടില്ല. വന്നാൽ PIB ഇടപെട്ട് അത് നീക്കം ചെയ്യും എന്ന് വന്നാൽ പിന്നെ എന്ത് തെരഞ്ഞെടുപ്പ്, എന്ത് ഇലക്ഷൻ ക്യാമ്പയിൻ? അതിന് ഒരു ഭയാനകമായ സാഹചര്യമല്ലേ അവിടെയാണ് മണിക്കൂർ വെച്ച് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. എന്നെ സംബന്ധിച്ച് അതൊരു വ്യക്തിപരമായ നിലപാടാണെന്ന് കൂടി കരുതിക്കോളൂ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പൗരത്വ നിയമം ചർച്ച ചെയ്യുന്നുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ചർച്ച ചെയ്യുന്നുണ്ട്, പലതും ചർച്ച ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും മൗലികമായതുമായ കാര്യം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം തന്നെയാണ്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ മറ്റൊരു സ്വാതന്ത്ര്യവും നമുക്ക് ലഭ്യമായിരിക്കില്ല. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഇടപെടലിനുള്ള സാധ്യത ഗവൺമെൻറ് തുറന്നു കൊടുത്തത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് സ്റ്റേ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഒരു മഹാപ്രഹസനം ആയി മാറുമായിരുന്നു. ഓക്കെ, ശ്രീ P. കൃഷ്ണദാസ്, അങ്ങ് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി വളരെ അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറത്തിറങ്ങുകയാണ്. ഇന്ന് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. പ്രഥമ ദൃഷ്ട്യാ സുപ്രീം കോടതിക്ക് വ്യക്തമായ കാര്യം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് എന്ന് അടിവരയിട്ട് സുപ്രീം കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വിജ്ഞാപനത്തിന് സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം വന്നത്. യഥാർത്ഥത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് ഈ രാജ്യത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഈ സ്വാതന്ത്ര്യം പലതരത്തിൽ നമ്മുടെ രാജ്യത്ത് ഇല്ലാതാകുകയാണ്. വൻകിട കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ സ്വന്തമാക്കുകയും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ വാർത്തകൾ മാത്രം പ്രസിദ്ധപ്പെടുത്തുകയും കേന്ദ്ര സർക്കാരിന് ഹിതകരമല്ലാത്ത ഒരു വാർത്തയും പ്രസിദ്ധീകരിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവിടെ പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടം എന്ന് പറയാവുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ചെറിയ മാധ്യമങ്ങൾ, അവർ നൽകുന്ന ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് യഥാർത്ഥത്തിൽ അത്തരം പ്ലാറ്റ്ഫോമുകൾ എന്നുള്ളത്. ആ പ്ലാറ്റ്ഫോമുകളെ കൂടി നിശബ്ദരാക്കാനുള്ള കൃത്യമായ നീക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായി. അതാണ് സുപ്രീം കോടതി അവിടെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം. P. കൃഷ്ണദാസ്, ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം തോന്നുന്നുണ്ട്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ കേൾക്കാം, മറുപടി പറയാമോ?
നീലിമ കേൾക്കാമോ? കേൾക്കാം, അങ്ങ് പറഞ്ഞുകൊള്ളൂ. കേൾക്കാമോ നീലിമ? ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹത്തോട് കേൾക്കാമോ? ചോദിച്ച ഞാൻ പറയുന്നത് അതേ ചോദ്യം കേൾക്കാമോ? തന്നെയാണ് ഞാൻ അങ്ങയിലേക്കും വരുന്നത്. കാരണം ഇവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അളവുകോലൊക്കെ നിശ്ചയിക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മാധ്യമ സ്ഥാപനങ്ങളാണ്, ആ മാധ്യമ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളാണ് ഈ ഭരണവർഗത്തിന് വേണ്ടി ഇലക്ട്രൽ ബോണ്ടുകൾ അടക്കം കൈയയച്ച് സഹായിച്ചുകൊണ്ട് അവരെ നിലനിർത്തുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ മാധ്യമ സ്വാതന്ത്ര്യം അങ്ങേയറ്റം ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരത്തിൽ BJPക്ക് എതിരല്ല, കേന്ദ്രത്തിനെതിരല്ല എന്നൊക്കെ പറയുന്നത് ബാലിശമല്ലേ? മാധ്യമങ്ങൾക്ക് അടിയന്തരാവസ്ഥ ഒഴിച്ചാൽ ഇതുപോലെ കൂച്ചുവിലം കിട്ട മറ്റൊരു കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിലില്ല. ഒന്ന്, കുത്തക മാധ്യമങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ള ഭൂരിപക്ഷം മാധ്യമങ്ങൾ, കോർപ്പറേറ്റുകളുടെ മാധ്യമങ്ങളാണ്. അവരുടെ താല്പര്യങ്ങളാണ് നരേന്ദ്രമോദി സംരക്ഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള പ്രചരണമാണ് ആ മാധ്യമങ്ങളോട് നടക്കുന്നത്. അതിനെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തെറ്റായ കാര്യങ്ങൾ വിമർശിക്കുന്ന മാധ്യമങ്ങളോട് എന്താ എടുക്കുന്ന സമീപനം? ഞാൻ നേരത്തെ പറഞ്ഞു, നിരവധി മാധ്യമ പ്രവർത്തകന്മാരെ കൽത്തൂർക്കിലടച്ചിരിക്കുന്നു. ഇപ്പോൾ കുറേ കാലം വളരെ ശക്തമായ നിലക്ക് നിലപാട് സ്വീകരിച്ചിരുന്നൊരു മാധ്യമമായിരുന്നു NDTV. അവർക്കെതിരായിട്ട് വലിയ നിലക്കെല്ലാമുള്ള ഇടപെടലുണ്ടായിട്ടും അവർ ഉറച്ചു നിന്നു. പക്ഷേ എങ്ങനെ ആ മാധ്യമ സ്ഥാപനത്തെ നരേന്ദ്രമോദി വരുതിയിലാക്കിയത്? തൻ്റെ ഏറ്റവും അരുമയായിട്ടുള്ള ഒരു വൻകിട മുതലാളിയെ കൊണ്ട് ആ സ്ഥാപനം വിലക്ക് വാങ്ങിപ്പിച്ചു. പ്രണോയ് റോയ് ഉൾപ്പെടെയുള്ള ആ രംഗത്തെ പ്രധാനപ്പെട്ട കേരളത്തില് അദാനിയെ കൊണ്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഗൗതം അദാനിയാണ് വിലക്കെടുത്തത്. ഇനി നമ്മൾ മലയാളക്കരയിലെ കാര്യങ്ങൾ പരിശോധിക്കാം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ചോദിക്കട്ടെ നീലിമ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏതെങ്കിലും, അത് ദൃശ്യമാധ്യമങ്ങളാവട്ടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളാവട്ടെ, ഇതിനെതിരായിട്ട് കേസ് കൊടുത്ത ഒരു പാർട്ടി CPI എന്ന് കൃത്യമായി പറഞ്ഞ് ഏത് മാധ്യമമുള്ളത്? ഒരു പൈസ പോലും വാങ്ങാത്തൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ളത് ഏത് മാധ്യമം പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇന്ത്യ രാജ്യത്ത് BJPയും കോൺഗ്രസും ഒരുപോലെ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് അതുവഴി കോടികൾ തട്ടിയെടുത്തപ്പോൾ അതിനെതിരായിട്ട് നിയമയുദ്ധം നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്, CPM ആണ്. അവർ ഒരു പൈസ പോലും വാങ്ങാത്തവരാണ്. രാഷ്ട്രീയ രംഗത്ത് ഇതുപോലെ സംശുദ്ധമായൊരു കാര്യം പറയാൻ ബാധ്യസ്ഥമല്ലേ ഈ മാധ്യമങ്ങൾ? പക്ഷേ ഏതെങ്കിലും മാധ്യമത്തിൽ അത്തരം ഒരു തലവാചകം നിങ്ങൾ കണ്ടോ? അത്തരം ഒരു ചർച്ച ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ കേട്ടോ? അപ്പോൾ മാധ്യമങ്ങളെ തങ്ങളുടെ വരുതിയിൽപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകിൽ മിണ്ടാൻ കഴിയാതാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഏതോ രൂപത്തിൽ വശത്താക്കിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ നീലിമ പറഞ്ഞ പോലെ ജനങ്ങൾക്ക്, സത്യസന്ധരായിട്ട് കാര്യങ്ങളെ കാണുന്ന ജനങ്ങൾക്ക് ഏക ആശ്വാസമായിട്ടുള്ളത് ഈ പറയുന്ന നവമാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളെ എങ്ങനെ തടയും? ഇതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ന്യൂസ് ക്ലിക്ക്, അത് സാധാരണ പത്രമല്ല, നവമാധ്യമ മേഖലയിലാണ്. പക്ഷെ അവരെ പോലും എങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ. അപ്പോൾ നവമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ വരുന്ന ശബ്ദം അതെങ്ങനെ തടയാൻ വേണ്ടി കഴിയും എന്നുള്ള നരേന്ദ്രമോദിയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഫാക്ട് ചെക്ക് യൂണിറ്റ് എന്ന് പറയുന്ന സംവിധാനം. തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തനിക്കെതിരെയുള്ള വാർത്തകൾ വരാൻ പാടില്ല, ഇത് മാത്രമാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും അതിനേറ്റ ഒരു കടുത്ത തിരിച്ചടി സുപ്രീം കോടതിയുടെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് വളരെയേറെ ആഹ്ലാദകരമാണ്, ആശ്വാസകരമാണ്. അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാതന്ത്ര്യം, ജനാധിപത്യം ഇതിനെല്ലാം കൂടി നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറെ ആശ്വാസവും ആഹ്ലാദവും നൽകുന്ന ഒന്നാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ശ്രീ P. കൃഷ്ണദാസ്, അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, അതായത് ഈ ഇലക്ട്രൽ ബോണ്ടുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായി. BJPയുടെ ധനസമാഹരണത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നു. അത് വലിയ ക്ഷീണം BJPക്ക് ഉണ്ടായി. അത് മറയ്ക്കാനാണ് തൊട്ടുപുറകെ CAA നടപ്പാക്കുന്ന വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ നാവരിയാനുള്ള ശ്രമം എന്ന രീതിയിൽ ഇന്നലെ PIBയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റിന് അവർക്ക് സർവ്വാധികാരങ്ങളും കൊടുത്തുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഇതിനെ രാഷ്ട്രീയമായി തന്നെയാണ് കാണേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാർത്തയും വരരുത് എന്ന് ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ വിജ്ഞാപനം പുറത്തിറങ്ങിയതും സുപ്രീം കോടതി അതിന് ബ്രേക്ക് ഇടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അത് അംഗീകരിക്കാൻ കഴിയില്ലേ? അംഗീകരിക്കാൻ കഴിയുമോ എന്ന് നീലിമ തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യമല്ലേ നീലിമ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നിരവധി മാധ്യമങ്ങൾ
അവർക്കൊക്കെ എന്തെങ്കിലും ഒരു തടയൽ, എവിടെ നിന്നെങ്കിലും അവരുടെ ന്യൂസുകളെ തടയുന്നതോ അവരുടെ നിലപാടുകളെ തടയുന്നതോ ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്ത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥ ഉണ്ടായ കാലഘട്ടത്തിൽ ഇടതുപക്ഷം അടക്കമുള്ള BJP അടക്കമുള്ള ജനസംഘം അടക്കമുള്ള അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ അവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പോലും എല്ലാവരെയും നിശബ്ദമാക്കുന്ന ഒരു ശ്രീ സംവിധാനം പി ഭരണഘടനയും കൃഷ്ണദാസ്, കോടതികളെയും പോലെ കുറച്ചു നാൾ മുമ്പ് ഏഷ്യാനെറ്റിനും മാധ്യമത്തിനും മീഡിയ വണ്ണിനും സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾക്കത് ഓർമ്മയില്ലേ? അത് കൈരളി ന്യൂസിന് സംഭവിച്ചില്ലല്ലോ. നിങ്ങൾക്ക് സംഭവിച്ചോ? ഇല്ലല്ലോ. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അത് അത് സംഭവിച്ചു വ്യക്തിപരമായി എന്നുള്ളതിനെ ഒരു സംബന്ധിച്ച് അവർ ചാനലിന് ആൻസർ സംഭവിച്ചോ കൊടുത്തിട്ടുള്ളൂ. എന്നുള്ളതല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ വ്യാപകമായി പറയട്ടെ. മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതിയാണ് വിമർശിക്കപ്പെടുന്നത്. ഞാനൊന്ന് പറയട്ടെ. ഉം. ഇതിൽ ശ്രീ പ്രകാശ് മാഷ് സൂചിപ്പിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെ കൊച്ചുവിലങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ചോദിച്ചത് മലയാളത്തിലെ 2 മാധ്യമങ്ങളെ കുറിച്ചാണ്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസിലുള്ള മറുപടിയെല്ലാം ആ മാധ്യമങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണല്ലോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ അവസാനിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആർക്ക് എന്തും ചെയ്യാം എന്നൊരു നിലപാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ അത് പറയട്ടെ. ഈ രാജ്യത്ത് ആർക്ക് എന്തും ചെയ്യാമെന്നൊരു നിലപാടുണ്ടോ? അങ്ങനെയില്ല. എല്ലാവരും നിയമത്തിന് വിധേയരാണ്. എല്ലാവർക്കും നിയമപരമായിട്ടുള്ള വിധേയത്വത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ ജനാധിപത്യ ക്രമത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ. ആർക്കെന്തും പറയാമെന്നുള്ളൊരു ധാർഷ്ട്യമോ അങ്ങനത്തെ ഒരു ധിക്കാരപരമായ നിലപാടോ ആർക്കും സ്വീകരിക്കാൻ കഴിയില്ല. അതിനെ ചെക്ക് ചെയ്യുന്ന കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്രയോ ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പോയ സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ FIR എടുത്തിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലിട്ടിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പോയപ്പോൾ ആ ആൾ ഒരു പോസ്റ്റ് ഇട്ടു മുഖ്യമന്ത്രിക്കെതിരായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോയതിനെ അത് ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാവുന്ന വാക്കുകളാണോ ആ പോസ്റ്റ് ഇട്ട ആളുടെ നാവിൽ നിന്നും വന്നത്? ഒന്നും ഒരു സംഭവിച്ചിട്ടില്ല. പൊതുസമൂഹത്തിന് ചേരുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതൊന്നും ആർക്കും മറക്കാറായിട്ടില്ല. ഒന്നും മറക്കാറായിട്ടില്ല നീലിമ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാൾ ഒരേ ഒരു വരി ഇട്ടിട്ടുള്ളൂ. ആ വരി എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയാം. ഒരു അസഭ്യപരമായിട്ടുള്ള കാര്യമോ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമോ ചെയ്തിട്ടില്ല. ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവാക്കിയിട്ടുള്ള പണം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ. അതിന് അയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു, അയാളെ ജയിലിലിടുന്നു, അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അല്ല, നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രീ കൃഷ്ണദാസ്, ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഈ വിജ്ഞാപനം എന്നതാണ്. അത് ഒരു അഭിഭാഷകൻ കൂടിയായ താങ്കൾക്ക് അത് മനസ്സിലാകുന്നില്ലേ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിഷയം പരിഗണിച്ചുകൊണ്ട് അതിനൊരു പ്രാഥമിക സ്റ്റേ കൊടുത്താൽ അതിൽ സർക്കാരിന്റെ വാദവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളും വാദങ്ങളും എല്ലാം നടക്കുമ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാകുമല്ലോ. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ആധാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുണ്ടായി. ആ കേസിൽ പുട്ടസ്വാമി കേസിൽ വളരെ വ്യക്തമായി കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയും നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഇറക്കിയിട്ടുള്ള ഓർഡറിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഏജൻസി എന്നുള്ള നിലക്ക് PIBയോട് ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ PIBക്ക് അത് കഴിയുമോ കഴിയില്ലോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ അതിലുണ്ടാകാം. അത് അത് കഴിയില്ല എന്നുള്ളൊരു കണക്ക് നമ്മുടെ മുന്നിലുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അങ്ങേക്ക് അങ്ങ് നിയമവിദഗ്ധനാണ്, ഒപ്പം മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അങ്ങ് ദീർഘകാലം ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. നോക്കൂ, ഈ PIBക്ക് ഇത്തരത്തിലുള്ള ഒരു അധികാരം കൊടുക്കുമ്പോൾ തന്നെ വലിയ ആശങ്ക PIBയെ സംബന്ധിച്ച് പോലും ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1.25 ലക്ഷം റിക്വസ്റ്റാണ് ഇത്തരത്തിൽ PIBയുടെ മുന്നിൽ ഈ ഫാക്ട് ചെക്ക് എന്ന പേരിൽ വന്നത്. അവർക്ക് ഒട്ടേറെ ജോലിഭാരമുള്ള ഒരു ഏജൻസിയാണ് PIB എന്ന് പറയുന്നത്. അവർക്ക് ഈ ഒരു 2 വർഷം മുമ്പ് വരെ ഉള്ള ഒരു കണക്കനുസരിച്ച് അവർക്ക് ആകെ സോർട്ട് ചെയ്യാൻ കഴിഞ്ഞത് 1223 അപേക്ഷകൾ മാത്രമാണ്. അതായത് മൊത്തം ഫാക്ട് ചെക്കിങ്ങിനായി ലഭിച്ച അപേക്ഷകളിൽ 1% മാത്രമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ PIBക്ക് നടത്താൻ കഴിഞ്ഞത്. PIB പോലെ ഇതുപോലൊരു ഏജൻസിയെ ഇത്ര വലിയൊരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, അവർക്കിത് എങ്ങനെയാണ് സത്യസന്ധമായി ചെയ്യാൻ കഴിയുക? ഒരു വാർത്തയുടെ നിജസ്ഥിതി അവർക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക? അവർ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ് ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വളരെ കൃത്യമായൊരു വാർത്തയായിരിക്കാം. പക്ഷേ അവർക്കത് ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ PIBക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ?
അല്ല, വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അത് PIBക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതായ പ്രശ്നം. PIB അഥവാ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. സർക്കാരിന് എതിരെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് PIB പരിശോധിക്കുകയും തെറ്റ് എന്ന് കണ്ടാൽ ആ വാർത്ത പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അതാണ് ഈ തർക്ക ഉണ്ടാക്കുന്ന ഈ നിയമത്തിൻ്റെ അതിൻ്റെ കാതൽ. അതാണിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. നമുക്ക് നിർബാധം കാര്യങ്ങൾ പറയാൻ കഴിയണം. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ആ സ്വാതന്ത്ര്യത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും അടങ്ങിയിരിക്കുകയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നത് മാറ്റി ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് എന്നുകൂടി നമ്മളിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ വർത്തമാനം, നമ്മുടെ സംസാരം, നമ്മുടെ എഴുത്ത് വലിയ തോതിലുള്ള നിയമപരമായ നടപടികൾ കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും വഹിക്കാൻ പോകുന്നത് വളരെ വലിയ ഒരു പങ്ക് അവർ വഹിക്കാൻ പോവുകയാണ്. പണ്ടത്തെ പോലെ പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ മാത്രമല്ല, ഓൺലൈൻ മാധ്യമങ്ങൾ സജീവമായി ഇടപെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടെ വരുന്ന വാർത്തകൾ അത് പലതും സർക്കാരിനെതിരെ ആയിരിക്കാം, സർക്കാരിന് അനുകൂലവുമായിട്ട് ആയിരിക്കാം, പലതും സംഭവിക്കാമല്ലോ. അതൊക്കെ ഒരു സ്വതന്ത്രമായ മേഖലയിൽ വരേണ്ടതായ നിരവധിയായ അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ വരും. അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന കാര്യങ്ങൾ PIB പരിശോധിച്ച് ഇത് വസ്തുതാപരമായി ശരിയല്ല എന്നൊരു ഫൈൻഡിങ് തരികയും അത് നീക്കം ചെയ്യണം, റിമൂവ് ചെയ്യണം. അതെവിടുത്തെ നിയമമാണത്? നമ്മളിപ്പോൾ കൃഷ്ണദാസനോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ മറ്റ് പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് ശരിയോ തെറ്റോ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം. അത് തെറ്റാണ് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ട് സുപ്രീം കോടതി അടിയന്തര പ്രാധാന്യം നൽകി അത് സ്റ്റേ ചെയ്തു. നാളെ എന്ത് സംഭവിക്കും അന്തിമ വിചാരണയിൽ അത് വരട്ടെ. ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, അതിൻ്റെ പരമമായ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ നീലിമ നേരത്തെ പരാമർശിച്ച മീഡിയ വൺ കേസിലെ ജഡ്ജ്മെൻറ്റിലും സുപ്രീം കോടതി സമീപകാലത്തല്ലേ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അതില്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വരാൻ സാധ്യതയുള്ള വാർത്തകൾ, വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ എല്ലാം തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം, അത് വളരെ പ്രാകൃതമായ നിയമമായിപ്പോയി. ആ നിയമത്തെയാണ് ജനാധിപത്യത്തിൻ്റെയും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ സുപ്രീം കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ശരി, എം പ്രകാശൻ മാസ്റ്റർ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ മീഡിയ ഹൗസുകൾ ഇലക്ട്രൽ ബോണ്ട് വഴി അതുപോലെ BJPക്കെല്ലാം വലിയ സഹായങ്ങൾ നൽകുകയാണ്. അല്ലെങ്കിൽ ആ മാധ്യമങ്ങളെ നിലനിർത്തുന്നത് മോദിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട വലിയ ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ അദാനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അംബാനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, രാജ്യത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും അവരുടെ കൈകളിലാണ്, അവരുടെ മൂലധനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ മാധ്യമങ്ങളിലൊന്നും തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വിവരവും പുറത്തു വരുന്നില്ല. ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയമായാലും ഈ PM കെയേഴ്സിൻ്റെ വിഷയമായാലും ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെല്ലാം വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂസ് ക്ലിക്ക് പോലുള്ള ഈ വെബ് മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെയാണ്. ഇവയെല്ലാം നിശബ്ദമാക്കുന്നതിലൂടെ വലിയൊരു അട്ടിമറിക്കാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നറിയാം. മറ്റ് അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങളെ വേട്ടയാടാനുള്ള വലിയൊരു ശ്രമമാണ് ഈ ഒരു വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചത്. ഇത് പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. ബോംബെ ഹൈക്കോടതിയുടെ തീർപ്പ് വരും വരെ ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ അത്രയേ അനുവദിച്ചിട്ടുള്ളൂ. പക്ഷേ ബോംബെ ഹൈക്കോടതി എന്ത് പറയും ഇക്കാര്യത്തിൽ എന്നത് വളരെ ആശങ്കയുയർത്തുന്ന ഒരു ചോദ്യമായി നിൽക്കുകയല്ലേ? ഇവിടെ സാധാരണഗതിയിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് നമ്മൾ മീഡിയ വേൾഡിനെ പറയുന്നതെങ്കിലും ഇന്ത്യയിലുള്ള ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏതാണ്ട് 90% മാധ്യമങ്ങൾ അത് ഈ വൻകിട കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി
കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നു. നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കാനും അദ്ദേഹത്തെ ന്യായീകരിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രചാരവേല നടത്താനും ഇന്ത്യയിലുള്ള 90% വരുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. വളരെ പരിമിതമായ മാധ്യമങ്ങൾ മാത്രമാണ് നരേന്ദ്രമോദിയുടെ തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടാൻ മുന്നോട്ടേക്ക് വരുന്നത്. ആ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളെ എങ്ങനെയാണ് നരേന്ദ്രമോദിയും ഗവൺമെൻറ്റിൻ്റെ സംവിധാനവും വീക്ഷിക്കുന്നത് എന്നുള്ള പ്രധാനമാണ്. ഇവിടെ ഇപ്പോൾ BJPയുടെ ആൾ പറഞ്ഞല്ലോ, ഏതു സ്ഥാപനത്തിനാണ് ഈ പറയുന്ന കാര്യം നേരിട്ടത്. ഞാൻ 2 ദേശീയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഒന്ന് ഈ സമീപകാലത്ത് ന്യൂസ് ക്ലിക്കിനെ സംബന്ധിച്ച്, മറ്റൊന്ന് NDTVയെ സംബന്ധിച്ച്. എന്താണ് ഉണ്ടായിരുന്നത് നമുക്കെല്ലാം അറിയാം. കേരളത്തിൽ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലിപ്പോൾ ഈ സ്ഥിതി നിലയ്ക്കിപ്പോൾ കൈരളിക്കൊന്നുമെതിരായിട്ടൊന്നും വരാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക, തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം പറയുന്നതായിട്ട് മാധ്യമമേഖല മാറ്റിയെടുക്കുക, ഇതാണ് BJPയുടെ കാഴ്ചപ്പാട്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിനുവേണ്ടിയാണ്. അതിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക? ഇതിനുള്ള ശ്രമത്തിന് നീക്കുവാണ് ഈ ശ്രമം. ഞാൻ ചോദിക്കട്ടെ, 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടില്ലാത്ത എന്ത് പുതിയ കാര്യമാണ് ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്? ഒരു പുതിയ കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തെ കൊണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനത്തിലെ ഫാക്റ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സംവിധാനമുണ്ടാക്കുക, നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അധികാരമുണ്ടാവുക. ഇതിൽ പരം അന്യായമായ നിലപാട് വേറെ എന്താണുള്ളത്? പ്രാഥമികമാണ് നിയമത്തെ സംബന്ധിച്ച് ധാരണയുള്ള ആർക്കും തന്നെ പറയാൻ വേണ്ടി കഴിയും ഇത് അന്യായമാണ്, ഇത് രാജ്യത്തിലെ മാധ്യമങ്ങളുടെ മൂടിക്കെട്ടാനുള്ളതാണ്. ഇന്ന് ഏറ്റവും ഏറെ ജനസ്വാധീനമുള്ള നവമാധ്യമങ്ങളിൽ തനിക്കെതിരായിട്ട് ഒരു വാർത്തയും വരുന്നില്ല. അപ്പോൾ നമുക്കറിയാലോ, ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രചാരവേലയാണ്. 10 മിനിറ്റ് നേരം റേഡിയോവോ ടെലിവിഷനോ തുറന്നു കഴിഞ്ഞാൽ മോഡി ഗ്യാരണ്ടി, മോഡി ഗ്യാരണ്ടി, മോഡി ഗ്യാരണ്ടി എന്ന് ഒരു 10 തവണയെങ്കിലും കേൾക്കാത്ത ഏതെങ്കിലും മാധ്യമമുണ്ടോ ഇന്ന് ഇന്ത്യ രാജ്യത്ത്? ഇല്ലല്ലോ. ഈ നിലക്ക് വലിയ പ്രചാരവേല ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തനിക്കെതിരെ ഒന്നും ആരും കേൾക്കാൻ പാടില്ല, ഒരാളും പറയാൻ വേണ്ടി പാടില്ല. ഇത് ജനാധിപത്യമല്ല, ഇത് BJPയുടെ ജനാധിപത്യ വിരുദ്ധ സ്വഭാവത്തെ നല്ലതുപോലെ ഒഴിവാക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് നടപ്പിലാക്കുന്ന കാര്യം തെരഞ്ഞെടുപ്പ് രംഗത്തും നിർബന്ധിതമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് അവർ പരിശോധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് രംഗത്തുള്ള പോസ്റ്റിംഗ് സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്താ പ്രശ്നം? സഭ്യേതരമായ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വരാൻ പാടില്ല എന്നുള്ളതിന് നിയമമുണ്ട്. അതുപോലെ ഗവൺമെൻറ് ജീവനക്കാർ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായ നിലക്ക് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല, അതിന് നിയമമുണ്ട്. അത് നിലവിലുള്ള സർവീസ് ജീവനക്കാരുടെ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള ഒന്നാണ്. അത്തരം കാര്യങ്ങളിൽ കേസ് ഉണ്ടാവുന്നതും ഇതിനെയും തമ്മിൽ എങ്ങനെ താരതമ്യപ്പെടുത്തുക? സഭ്യതരമായിട്ട് ഒരാളൊരു കാര്യം പറയുന്നു, അത് സ്വാഭാവികമായിട്ടും IPC അനുസരിച്ച് ശിക്ഷാർഹമായിട്ടുള്ള കേസാണ്. അത് കൈകാര്യം ചെയ്യുന്നതിനെ ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാടുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ വേണ്ടി കഴിയും? നരേന്ദ്രമോദി ചിന്തിക്കുന്നത് തനിക്കെതിരെ ആരും മിണ്ടാൻ പാടില്ല. ഇപ്പോൾ BJPക്കാരുടെ നിലപാടെന്താ? ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്നാണല്ലോ. അദ്ദേഹത്തിനെതിരെ സംസാരിച്ചാൽ കേസെടുക്കുമെന്നാണല്ലോ. നരേന്ദ്രമോദി വിമർശിച്ചു എന്ന ഒറ്റ കാരണത്തിന് 100 കണക്കിന് കേസുകൾ എടുത്തിട്ടുണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത്. കുറേയേറെ പത്രപ്രവർത്തകന്മാർ ഇപ്പോഴും കിടക്കുന്നു ജയിലിൽ. അവരെ ഈ പറയുന്ന ഭീകരവിരുദ്ധ നിയമം അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തുള്ളതുകൊണ്ട് കോടതിയിൽ പോലും ഹാജരാക്കുന്നില്ല. ഇങ്ങനെ ഒരു നില അടിയന്തരാവസ്ഥ കാലത്തല്ലാതെ മറ്റെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അടിയന്തരാവസ്ഥക്കെതിരെ നിലകൊണ്ടു എന്നെല്ലാം പറയുന്ന ജനസംഘത്തിൻ്റെ പിന്മുറക്കാർക്ക് ഈ അന്യായത്തെ എങ്ങനെ ഏകീകരിക്കാൻ വേണ്ടി കഴിയും? അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി കൃത്യമായ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്ന സമയത്തിന് ഇടപെട്ടു എന്നുള്ളത് തികച്ചും ആശ്വാസകരമായിട്ട് കാര്യമാണ്. ഒരു പാർട്ടിക്കും BJPയുടെ നിലപാടിനെ ന്യായീകരിക്കാനാവില്ല. BJP എതിർ ശബ്ദത്തെ എങ്ങനെ അടിച്ചമർത്തും എന്ന് ആലോചിക്കുന്നതിൻ്റെ ഒടുവിലത്തെ ഇനമായിട്ട് മാത്രമേ ഈ പറയുന്ന ഫാക്ട് ചെക്ക് യൂണിറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ കാണാൻ വേണ്ടി കഴിയൂ. BJP എതിർ ശബ്ദങ്ങളെ എങ്ങനെ അടിച്ചമർത്തുന്നു എന്ന് ഇപ്പോൾ ദില്ലിയിൽ നടക്കുകയാണ്. ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച നീക്കം നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോണെല്ലാം പിടിച്ചെടുക്കുന്നു, അദ്ദേഹത്തെ ED ബലമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ശ്രീ P. കൃഷ്ണദാസ്, തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്ന ഘട്ടമാണ്. നമ്മുടെ എല്ലാം ഫോണുകളിലേക്ക്, വാട്സപ്പുകളിലേക്ക് അയക്കുന്ന വികസിത് ഭാരത് സന്ദേശം പ്രധാനമന്ത്രി അയക്കുകയാണ്. അത് തടഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിലപാടെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാഭാവികമായും നിങ്ങളുടെ വരുതിക്ക് നിർത്താവുന്ന രീതിയിൽ അതിനെ പരുവത്തിൽ വെച്ചിരിക്കുകയാണ്, അങ്ങനെ പരുവത്തിലാക്കിയിരിക്കുകയാണ്. എന്നിട്ട് പോലും അവർക്ക് പോലും സഹിക്കുന്നില്ല ഇത്തരത്തിൽ ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ലംഘനമൊക്കെ. അതിനെ കൂടി വിമർശന വിധേയമാക്കണ്ടേ? നീലിമ, ഞാൻ 2 കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കട്ടെ. ഒന്ന്, പ്രകാശം മാഷ് കടലും കടലാടിയും കൂടി ചേർത്ത് വെച്ച് ഒരു വാചകം പറഞ്ഞാൽ അതെല്ലാം ശരിയാണ്, അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ ധരിക്കുമെന്ന് വിചാരിച്ചാൽ എന്തൊരു ശുദ്ധമായിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരമാണ്
മാഷയെ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് കൊടുക്കുന്നത്. നിരവധി മാധ്യമ പ്രവർത്തകർ മോഡിക്കെതിരെ വിമർശനമുയർത്തിയതിന്റെ പേരിൽ അകത്തിട്ടിരിക്കുന്നു എന്നാണ് മാഷ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അകത്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ പോയി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരാണ് എന്ന് എനിക്കറിയില്ല. പല മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ പ്രതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശയവിനിമയം നടത്തി എന്നുള്ളതിന്റെ പേരിലാണ്. പിന്നെ നീലിമ സൂചിപ്പിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കാൻ വേണ്ടി കെജ്രിവാളിന്റെ വീട്ടിൽ ഫോൺ പിടിച്ചു വച്ചിരിക്കുന്നതാണ്. നീലിമയെ പോലുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക ഈ തരത്തിൽ കൈരളി ചാനലിലൂടെ ജനങ്ങളോട് തെറ്റായ വിവരങ്ങൾ പറയരുത്. ശ്രീ കെജ്രിവാൾ തെറ്റായ വിവരമല്ല കോടതിയെ സർ. സമീപിച്ചല്ലോ. ഇപ്പോൾ വരുന്ന വാർത്തകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലല്ല, ഞാനൊന്ന് പറയട്ടെ എന്ന്. ഉം. ഞാനൊന്ന് പറയട്ടെ. വരുന്ന വാർത്തയൊക്കെ അവിടെ നിൽക്കട്ടെ. ഉം. കെജ്രിവാൾ കോടതിയിൽ പോയല്ലോ. മുൻകൂർ ജാമ്യം കിട്ടിയോ? ഉം. അറസ്റ്റ് തടഞ്ഞോ കോടതി? കോടിക്കണക്കിന് നിങ്ങളെ രൂപയുടെ അഴിമതി അനുകൂലിക്കുന്ന ആരോപണത്തിന്റെ മാധ്യമത്തിൽ പേരിൽ നിന്ന് തന്റെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്ന അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ. കെജ്രിവാളിന്റെ ഫോൺ അന്വേഷണ അങ്ങനെ സംഘം പിടിച്ചെടുത്തു. അദാനിയുടെ പിടിച്ചെടുക്കുമെന്നേ. അംബാനി നേതൃത്വം നൽകുന്ന പിടിച്ചെടുക്കും. ഒരു ചാനലിന്റെ ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ പിടിച്ചെടുക്കുമെന്നേ. താങ്കളുമായി പങ്കുവച്ചത്. അങ്ങനെയല്ലെന്നേ, പിടിച്ചെടുക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യം കിട്ടിയോ? കിട്ടിയില്ലല്ലോ. എന്താ മുൻകൂർ ജാമ്യം കൊടുക്കാതിരുന്നത് കോടതി? ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ ഇരുന്ന ഒരു ഉപമുഖ്യമന്ത്രിയാണ് ജയിലിൽ പോയി കിടക്കുന്നത് മാസങ്ങളായിട്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് കാണാതെ കെജ്രിവാളിന്റെ ഫോൺ പിടിച്ചു വെച്ചിരിക്കുന്നു, വലിയ ജനാധിപത്യ ധ്വംസനം നടത്തുന്നതിന് വലിയ വായിൽ വർത്തമാനം വരുന്നതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഫോൺ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിന്റെ പേരിൽ ഫോൺ പിടിച്ചു വെച്ചിരിക്കുന്നു? ഈ രാജ്യത്ത് ആരെ അറസ്റ്റ് ചെയ്താലും ഫോൺ പിടിച്ചു വെക്കും. സുഭാഷ് ചന്ദ്ര സാർ അറിയാമല്ലോ. അങ്ങനെ ഇല്ലെന്ന് പറയട്ടെ, ഏതൊരാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാലും ചോദ്യം ചെയ്യാൻ വിളിച്ചാലും ആ ആളുടെ ഫോൺ അവിടെ പിടിച്ചു വെക്കും. അതിന് കാരണങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുണ്ട്. ഈ കേസിൽ ഏതെങ്കിലും ഒരാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ട് കിട്ടിയോ? കിട്ടിയില്ലല്ലോ. അപ്പൊ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിന് പോയി കിട്ടാതെ വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേജ്രിവാളിന്റെ വീട്ടിൽ മാത്രമല്ലെന്നേ എത്ര ആളുകളുമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തിനായി തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് ജനങ്ങളുടെ മുൻപിലേക്ക്? പ്രകാശ് മാഷ ഒരു പേര് പറയട്ടെ. ഏത് മാധ്യമ പ്രവർത്തകനെയാണ് നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത്? ഒരാളുടെ പേര് പറയൂ. അടുത്ത ടേണിൽ മാഷ ഒരാളുടെ പേര് പറയട്ടെ. ഏതെങ്കിലും ഒരു മാധ്യമത്തിന് നടപടി ഉണ്ടായിട്ടുണ്ടോ നരേന്ദ്രമോദി വിമർശിച്ചതിന്റെ പേരിൽ? ചോദ്യം ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകർ അതുപോലെ HR ഹെഡ് അടക്കമുള്ളവരെ ജയിലിലിട്ട സംഭവമൊക്കെ നമുക്കറിയാം. ശ്രീ പ്രകാശ് മാസ്റ്റർ, നരേന്ദ്രമോദി ആരെയൊക്കെയാണ് ഇത്തരത്തിൽ ജയിലിലാക്കിയതെന്നാണ് BJP വക്താവ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ആള് ജയിലിലിട്ട കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ അതിൽ നിന്ന് ടേൺ ചെയ്ത് പോയല്ലോ. എന്താ ടേൺ ചെയ്ത് പോകാൻ കാരണം? കേരളത്തിൽ എത്ര കേസ്? ആവശ്യമൊന്നുമില്ല. അതിൽ ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രീ പ്രകാശ് മാസ്റ്റർ കേരളത്തിന്റെ കേസുകളുടെ എണ്ണം ഈ സർക്കാർ ഒന്ന് പുറത്തുവിടട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിട്ടുള്ളവരുടെ വിവരങ്ങളൊന്ന് പുറത്തുവിടട്ടെ സർക്കാർ. ശരി, ഒരു സെക്കൻഡ് പ്രകാശ് മാസ്റ്റർ മറുപടി പറയട്ടെ. അങ്ങനെ ഇവിടെ ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനെയും അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റ് തലവനെയും ഒരുപാട് ആഴ്ചകളായി ജയിലിൽ കിടത്തിയിരിക്കുകയാണല്ലോ. എന്താ പറഞ്ഞ അതാ നിങ്ങൾ അല്ല നിങ്ങളൊരു കാര്യം പറയാം. BJPയുടെ തുറുപ്പുചീട്ടാണ് ഈ പറയുന്ന തീവ്രവാദ ആക്ഷേപം. ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാറിന് പറയല്ലേ, ഒരു പട്ടിയെ തല്ലിക്കൊല്ലാൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ആ പട്ടി പേപ്പട്ടിയാണെന്ന് പറയലാണ്. നിങ്ങൾ ആരെ അറസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മാത്രം ബോധ്യമുള്ള തീവ്രവാദ ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, EDയും അതുപോലെ CBIയും അറസ്റ്റ് ചെയ്ത കേസുകളിൽ 92% കേസുകൾ BJPക്കാർക്കെതിരെയാണ്, പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയാണ്. എന്താ കാര്യം സംബന്ധിച്ച് നിങ്ങളുടെ പ്രസിഡന്റിന് തന്നെ നിവേദനം കൊടുത്തല്ലോ. ഇനി CBIയുടെ അന്വേഷണം ED അന്വേഷണം രക്ഷപ്പെടുന്ന മാർഗം BJP ചേർന്നാൽ മതി. എത്ര കേസുകൾ ഉണ്ടായിരിക്കുന്നു? അന്വേഷണം ആരംഭിക്കും, അന്വേഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ BJP ചേർന്നാൽ പിന്നെ അന്വേഷണമില്ല. ഇവിടെ ഇപ്പോൾ ന്യൂസ് ക്ലിക്ക് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും നമ്മുടെ ഇലക്ട്രൽ ബോണ്ട്. എങ്ങനെ ഇലക്ട്രൽ ബോണ്ടിൽ പണം നിങ്ങൾ കിട്ടിയിരിക്കുന്നത്? നിങ്ങൾ ED ചൊല്ലും, എന്നിട്ട് അടുത്ത ആഴ്ച ഇലക്ട്രൽ ബോർഡിലേക്ക് അവർ കോടികൾ കൊടുത്താൽ ED വിട്ടുപോവാണ്. ED എന്ന് പറയുന്നത് ED അല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമാണ്. BJPയുടെ ഓഫീസിനകത്തുള്ള ഒരു സംവിധാനം. അത് മാത്രമേ ED ആവുന്നുള്ളൂ, CBI ആവുന്നുള്ളൂ. നിങ്ങൾ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയും അവർക്ക് ചൈനാചാരത്വമുണ്ട്, അവർ പാകിസ്ഥാൻ്റെ ആളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ കർഷകരുടെ സമരം ഉണ്ടായി. എന്താ നിങ്ങൾ പറഞ്ഞിരുന്നത്? ചൈനക്കാരുടെ സമരം എന്നല്ലേ, പാകിസ്ഥാൻകാരുടെ സമരം എന്നല്ലേ? നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സ്ഥിരം ന്യായമാണ് ഈ തീവ്രവാദാക്ഷേപം. നിങ്ങൾക്ക് മാത്രം ബോധ്യമുള്ള കാര്യമാണിത്. ഞാൻ പറഞ്ഞില്ലേ, ED നിങ്ങൾ പറയട്ടെ, ED അറസ്റ്റ് ഈ 92% ആളുകൾക്കെതിരായിട്ട് ED കേസെടുത്തത് മുഴുവൻ BJPക്കെതിരായിട്ടുള്ള ആളുകൾക്കാണ് എന്ന് വരുന്നത് എങ്ങനെയാ? അങ്ങനെയുണ്ടോ പിന്നെ ഒരു സംഭവം ഉണ്ടാവുന്നത്? പിന്നെ
ഇഡി ചോദ്യം ചെയ്യുന്ന ആള് BJP-യിൽ ചേർന്നാൽ പിന്നെ ചോദ്യം ചെയ്യില്ലല്ലോ. പറയാൻ വേണ്ടി കഴിയും. BJP-യിൽ ചേർന്നാൽ പിന്നെ ഇഡി ഏതിനെ ശബരിമല സമരത്തെ എന്ത് പേരിട്ട മാഷെ വിളിച്ചത്? ഏതിനെയാണ് കേട്ടില്ല. ശബരിമല സമരത്തെ എന്ത് പേരിട്ടാ വിളിച്ചത്? ശബരിമല സമരത്തെ ഒന്നും ഞങ്ങൾ തീവ്രവാദികളുടെ സമരം അങ്ങനെയൊന്നും വിഡിത്തം പറയാനൊന്നും ഞങ്ങളില്ലെന്ന്. ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. നിങ്ങൾ രാജ്യത്താകെ ചെയ്യുന്നത് എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ അവരെ പറ്റി പറയും. ചൈനീസ് പിന്നെ ചാരന്മാരാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരന്മാരാണ്, അല്ലെങ്കിൽ തീവ്രവാദികളാണ്, മതന്യൂനപക്ഷ തീവ്രവാദികൾ. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്ത് ഏറ്റവും വലിയ തീവ്രവാദം ആരെ കൈകാര്യം ചെയ്യുന്നത്? ഹിന്ദു തീവ്രവാദം നിങ്ങളല്ലേ? ഈ രാജ്യത്തിനകത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളല്ലേ? വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന വിദ്വേഷമുണ്ടാക്കുന്നത് നിങ്ങളല്ലേ? ഭീകരവാദമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ ആദ്യമായിട്ട് നിരോധിക്കേണ്ട പാർട്ടി BJP ആണ്. നിങ്ങളായി രാജ്യത്തിനകത്ത് ഈ തീവ്രവാദമൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹിന്ദു വർഗീയ തീവ്രവാദം. പക്ഷേ അത് നിങ്ങൾ പറയില്ല. ബാക്കി എല്ലാവരും തീവ്രവാദം, നിങ്ങൾക്കൊരു തീവ്രവാദമില്ല. അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടല്ലോ. ഇവിടെ ബാബരി പള്ളി പൊളിക്കുന്നത് തീവ്രവാദമല്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? തീവ്രവാദമാണല്ലോ. ജയൻബാബി പള്ളി, അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ ആ പള്ളി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് തീവ്രവാദമല്ലേ? ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് നമ്മുടെ തേജോമഹളായിട്ട് പ്രഖ്യാപിച്ചിട്ട് അത് കൈമാറണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. തീവ്രവാദമല്ലേ അത്? ഹിന്ദു സന്യാസിമാർ പറയുന്നു മുസ്ലിങ്ങളെ ആട്ടി കൊടുക്കണം. തീവ്രവാദമല്ലേ അത്? പരസ്യമായിട്ട് ഇവിടെ ഹിന്ദു പഞ്ചായത്ത് നടത്തിയിട്ട് പറയുന്നതാണ് ഈ പിന്നെ ന്യൂനപക്ഷങ്ങളെ കൊല്ലണം. അത് തീവ്രവാദമല്ലേ? നിങ്ങൾക്കതൊന്നും തീവ്രവാദമല്ല. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ പറയുന്നതെല്ലാം തീവ്രവാദം. അവർ പാകിസ്ഥാൻ ചാരന്മാരാണ്, അവർ ചൈനീസ് ചാരന്മാരാണ്. ഇതല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞത്, ഒരു പട്ടിയെ കൊല്ലാൻ പേപ്പട്ടിയെ മത്സരിക്കുന്ന പോലെ നിങ്ങൾക്ക് ആരെയെങ്കിലും പിടിക്കണം തോന്നിയാൽ ആരെ അലനും താഹയും എങ്ങനെയാണ് ജയിലിൽ പോയത് മാഷെ? നിങ്ങൾ ഇതിനു വേണ്ടിയാണല്ലോ എന്നെ അലനും താഹയും അല്ല, ഞാൻ അവരൊന്നും ന്യായീകരിക്കാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് NIA നിയമത്തിനകത്ത് ഞാനിപ്പോ രണ്ടാളെ പേരൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെ കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, NIA ഭേദഗതി കൊണ്ടുവന്നു എന്തിനാ? NIA നിയമത്തിൽ അല്ല, NIA നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു എന്തിനാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പിടിക്കാനല്ലേ? മറ്റെന്തിനാ NIA നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവന്നത്? കോൺഗ്രസ് കൂടെ ആ നിയമത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. NIA പുതിയ നിയമത്തിൻ്റെ പേരിൽ എത്ര ആളുകളാണ് നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ജയിലിനകത്ത് 6 മാസക്കാലം വിചാരണ പോലുമില്ലല്ലോ. നിയമത്തിനകത്ത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ജയിലിൽ വെക്കുകയല്ലേ? എന്നാൽ ബാബരി പള്ളി പൊളിച്ച സുപ്രീം കോടതി വലിയ വിമർശനം ഉയർത്തിയില്ലേ? ഇത്തരത്തിൽ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ജയിലുകളിൽ വിചാരണ എന്ന പേരിൽ ആളുകളെ ഇടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വലിയ വിമർശനം ഈ NIA കേസിലൊക്കെ പറഞ്ഞു വെച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായ ഒരു നടപടിയും വന്നിട്ടുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അപ്രസക്തമാക്കുന്ന വിധത്തിലാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഈ വികസിത് ഭാരതിൻ്റെ സന്ദേശം നമ്മുടെ എല്ലാ മൊബൈൽ ഫോണുകളിലേക്ക്, വാട്സാപ്പുകളിലേക്ക് എത്തുകയാണ്. അതിനെ കോൺഗ്രസ് വലിയ രീതിയിൽ ചോദ്യം ചെയ്തു. എങ്ങനെയാണ് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇങ്ങനെ ഓരോ ഇന്ത്യൻ പൗരൻ്റെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് സഹികെട്ടിട്ടാകാം ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്. അതെ, തീർച്ചയായും. നമ്മളിപ്പോൾ സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് ഈ ചർച്ച ആരംഭിച്ചതെങ്കിൽ മറ്റൊന്നും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടേണ്ടതായ രീതിയിൽ ഒരു ദുരുപയോഗം അവിടെ നടന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ വോട്ടർമാരുടെയും ഫോൺ നമ്പർ അതെങ്ങനെ ഒരു പാർട്ടിക്ക് ലഭിക്കുക? അവിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം അതിനുള്ളിൽ കടന്നു വരികയാണ്. തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു മോഡൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരും. ആ മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ബാധകമാണ്. BJPക്ക് ബാധകമാണ്, പ്രധാനമന്ത്രിക്കും ബാധകമാണ്. അതിൻ്റെ ലംഘനം കണ്ടില്ല എന്ന് വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഗുരുതരമാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെട്ടത്. അവരത് വിലക്കിയിരിക്കുകയാണ്. അപ്പോൾ പലതരത്തിൽ ഒരു ഫെയർ പ്ലേ, അതാണല്ലോ ഡെമോക്രസിയിൽ ആവശ്യമുള്ളത്. എല്ലാവർക്കും തുല്യതയുള്ള, അവസര സമത്വമുള്ള, എല്ലാവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയ ഒന്നായിരിക്കേണ്ടത്. അതിനു പകരം കേന്ദ്രം ഭരിക്കുന്നവർക്ക് ആ ഭരണത്തിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്തുമാകാം എന്ന് വന്നാലോ. ഞാനിവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരമോ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഓരോ രാജ്യത്തെയും
180 രാജ്യങ്ങളിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു ആഗോള ഇൻഡെക്സ് ഉണ്ട്. വിശ്വാസ്യതയുള്ള ഇൻഡെക്സ് തന്നെയാണ്. അതിൽ ആ 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 161 ആണ്. ഓരോ വർഷവും നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം അതിന് ക്ഷതം സംഭവിക്കുമ്പോൾ, ക്ഷീണം സംഭവിക്കുമ്പോൾ ക്ഷീണിതമാകുന്നത് നമ്മുടെ ജനാധിപത്യമാണ്. ഇവിടെ പല പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ പേരുകൾ പരാമർശിക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് കൽക്കട്ടയിലെ ടെലഗ്രാഫ് നല്ല രീതിയിൽ സർക്കാർ വിമർശനം നടത്തുന്ന ഒരു പത്രമായിരുന്നു. അതിൻ്റെ എഡിറ്റർ രാജഗോപാൽ നമ്മുടെ നാട്ടുകാരനാണ്. ആ രാജഗോപാൽ ഇപ്പോൾ അവിടെ എഡിറ്ററല്ല, അദ്ദേഹത്തിന് ആഫീസിൽ കയറാൻ നിവൃത്തിയില്ല. അദ്ദേഹം എഡിറ്റർ അറ്റ് ലാർജ് ആണ്. വളരെ വിചിത്രമായ ഒരു തസ്തികയാണ്. അങ്ങനെ പല രീതിയിൽ, പല തരത്തിൽ, പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം തടയുകയും സ്വതന്ത്രമായ മാധ്യമപ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുള്ളപ്പോൾ അവിടെയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വളരെ ഫലപ്രദമായ, ആവശ്യം വേണ്ടിയിരുന്നതായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്ന് കോടതിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനുണ്ടായത്. അത് BJPയുടെ പ്രതിനിധി അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടി ഒന്ന്, ഈ ഫാക്ട് ചെക്കുമായി ബന്ധപ്പെട്ടത് വലിയ തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വികസിത് ഭാരതത്തിൻ്റെ പരസ്യങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ കത്ത് ഈ വാട്സപ്പിൽ അയക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടുന്ന കാര്യത്തിൽ നേരത്തെയും സുപ്രീം കോടതിയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തമിഴ്നാട് ഗവർണർ RN രവിയുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ വിമർശനം സുപ്രീം കോടതി നടത്തുന്ന സാഹചര്യവും ഉണ്ടായി. BJPക്കും അവരുടെ ഗവൺമെൻറ്റിനും എന്തുകൊണ്ടാണ് നാണക്കേട് തോന്നാത്തത് എന്നുള്ളത് ഇന്ത്യ ആകെ ഉയരുന്നൊരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രതീതിയായിട്ടുള്ള ഗവർണർമാർക്കെതിരായിട്ട് 6 സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നൊരു സന്ദർഭം 76 വർഷക്കാലത്തെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല. ഇപ്പോൾ 6 സ്റ്റേറ്റുകൾ ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഭരണഘടനാപരമായിട്ട് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സാമ്പത്തിക അധികാരങ്ങൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നൊരു നില ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മളത് കാണുകയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്രമാത്രം കടുത്ത നിലക്കുള്ള അവഗണനയും ശത്രുതാപരമായ നിലപാടുമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് നടന്നിരിക്കുന്ന ഡൽഹി സമരത്തിൽ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളിൽ BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും എന്ന് പറയാൻ പാകത്തിൽ പിന്തുണക്കാൻ അവർ മുന്നോട്ട് വരുന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഒരുപാട് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരത്തിന് പോയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്രമെന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒന്നല്ല. സംസ്ഥാനവും കേന്ദ്രവുമെല്ലാം ചേർന്നതാണ് ഈ രാജ്യം. അധികാരം സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഭരണഘടനയുടേതാണ് അധികാരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള രീതി. അതൊന്നും തങ്ങൾക്ക് ബാധകമേ അല്ല എന്നുള്ള നിലക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന അന്യായമായ നിലപാട്, അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് സമീപകാലത്തായിട്ട് നല്ലതുപോലെ BJPയുടെ തെറ്റായ നിങ്ങൾക്കെതിരെ നിലപാടുണ്ടാവുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇലക്ട്രൽ ബോണ്ട് കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്ന് അവരുടെ പേര് പോലും വെളിപ്പെടുത്താതെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങാം എന്ന് പറയുന്നതിൻ്റെ പേരല്ലേ ഇലക്ട്രൽ ബോണ്ട്? നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EDയും CBIയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ട് പണം വാങ്ങുന്ന ഒരു ഏർപ്പാടിൻ്റെ പേരല്ലേ ഇലക്ട്രൽ ബോണ്ട്? 7000 കോടിയോളം രൂപ ഇന്ത്യയിൽ കിട്ടിയിരിക്കുന്നത് BJPക്കാണ് എന്നുള്ളത് വ്യക്തമായല്ലോ. ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ്, അത് അന്യായമായൊരു കാര്യമാണ് എന്നുള്ള കാര്യം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതല്ലേ ഇന്ത്യയിലെ BJP, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ നിരവധി നിലപാടുകൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഗവർണർമാരുമായി ബന്ധപ്പെട്ട് എത്ര തവണ പരാമർശം വന്നു? അത് ഗവർണർമാർക്കെതിരെ മാത്രമുള്ള പരാമർശമാണോ? അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള പരാമർശമല്ലേ? ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി പരാമർശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷമാണ്, ഗവർണർമാരെ മാത്രം കേട്ടതിന് ശേഷമല്ല. സുപ്രീം കോടതി ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അവരുടെ വിശദീകരണം ചോദിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടിട്ടാണ് അവർ ഈ പറയുന്ന ഗവർണർമാരെ വിമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വിമർശനം നരേന്ദ്രമോദിക്ക് ബാധകല്ലേ? കേന്ദ്ര ഗവൺമെൻറ് ബാധകല്ലേ? ഭരിക്കുന്ന പാർട്ടിയെ BJPക്ക് ബാധകല്ലേ? പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഉളുപ്പുമില്ലാത്ത നിലക്ക് അത് ആവർത്തിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഡൽഹിയിലെ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഒരു സുപ്രീം കോടതി വിധിയിൽ നിന്നും അവർ ന്യായം പഠിക്കുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് 3 അംഗങ്ങൾ അടങ്ങുന്ന അതിനുള്ള ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചത്.
അതിൽ പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, സുപ്രീം കോടതി ജസ്റ്റിസ് ഉണ്ട്. എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റിൽ ഇത് മാറ്റാൻ വേണ്ടി മാത്രമല്ലേ ഒരു ബില്ല് കൊണ്ടുവന്നത്? എന്നിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജിക്ക് പകരമായിട്ട് പ്രധാനമന്ത്രി പറയുന്ന ഒരാളെ കൊണ്ടുവന്നു. എന്തിനാ? പ്രധാനമന്ത്രി പറയുന്ന ആൾ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകാൻ പാടുള്ളൂ. അങ്ങനെയാണോ നിഷ്പക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവുക? അല്ലല്ലോ. 3 പേർ ചേർന്നിട്ട് ഒരാളെ തിരഞ്ഞെടുത്താൽ നിഷ്പക്ഷമായിട്ടുള്ളതാണ്. പക്ഷേ BJP നിഷ്പക്ഷരായ ആരെയും ഒരു ഭരണഘടനാ പദവിയിലും ആഗ്രഹിക്കുന്നില്ല. തങ്ങൾക്ക് പൂർണ്ണമായിട്ടും പിന്തുണക്കുന്ന, തങ്ങൾ പറയുന്ന കാര്യം കേൾക്കുന്ന, തങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾ മാത്രമേ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഇലക്ഷൻ കമ്മീഷനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിന് ഏറ്റുകൊണ്ടിരിക്കുന്ന കടുത്ത വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ ചെറുക്കുന്നതിൽ സുപ്രീം കോടതിയുടെ സമീപകാല വിധികൾ തീർച്ചയായിട്ടും ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് ആഹ്ലാദകരമാണ്, നമുക്കെല്ലാം തന്നെ ആശ്വാസകരമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പോരടിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവേശദായകം കൂടിയാണ് ഈ വിധി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ശ്രീ പി കൃഷ്ണദാസ്, ഈ തമിഴ്നാട് ഗവർണറുടെ കാര്യത്തിൽ പറഞ്ഞതെല്ലാം ഇവിടുത്തെ ഗവർണർക്കും ആപ്ലിക്കബിൾ ആണ്. ഇന്നും അദ്ദേഹത്തിനൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. സർവകലാശാല VCയെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലെ സർവകലാശാലകളിൽ അങ്ങേയറ്റം കുഴപ്പമാണ് നടക്കുന്നത് എന്നാണല്ലോ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RN രവിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ ഗവർണർക്കും ബാധകമാകുകയാണ്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ ഗവർണർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ ഇതെല്ലാം കേസിന്റെ വഴിക്ക് പോട്ടെ, അതൊക്കെ അവര് നോക്കിക്കോളും. പ്രകാശം മാഷ് അതിപ്പോ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് ഗവർണർക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരുന്ന നേതാക്കളാണ് നിങ്ങളുടേതെല്ലാം. പ്രകാശം മാഷ് സൂചിപ്പിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പണമിറക്കി എന്ന് പറയുന്ന ആളിൽ നിന്ന് ഏറ്റവും ആദ്യം കേരളത്തിൽ പൈസ വാങ്ങിയ ആരോപണം കേട്ടിട്ടുള്ളത് മാഷ് അടക്കമുള്ള ആളുകൾ ദൈനംദിനം വായിക്കുന്ന പത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല മാഷെ. അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്നുള്ളത് അതിലൊക്കെ വളരെ വ്യക്തത വരുത്തിക്കൊണ്ട് ഉള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് ശ്രീ കൃഷ്ണദാസ്. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഞാനിപ്പോ നീലിമയ്ക്ക് ഒരു വാർത്ത വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ 119 പേർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു എന്നാണ് ആ വാർത്തയല്ല, അത് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളുകൾക്കെതിരെ നടപടിയെടുക്കാം. മറ്റു ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇന്ന് എന്നെ ഒരു വനിത വിളിച്ച് അവർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല പോലീസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരാളല്ലെന്ന്, ഇതൊക്കെ വെറുതെ BJPക്കെതിരെ ഇലക്ഷൻ സമയത്ത് BJPക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ളതല്ലാതെ അതിൽ വല്ല അർത്ഥമുണ്ടോ? കേരളത്തിൽ എത്ര കേസാണ് എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്? അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. വെറുതെ ആരോപണങ്ങൾ നമുക്ക് ഉന്നയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ മാഷെ. അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളത് മാഷക്കും അറിയാം. അത് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, മാഷ് ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ വൺ സൈഡഡ് ആയി പോകുന്നു എന്നുള്ളതാണ്. നീലിമ പറയുന്നതും ഏതാണ്ട് അതിനോടനുബന്ധിച്ചാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രക്രിയയെ സംബന്ധിച്ച് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം, ഇപ്പൊ കേരളത്തിൽ വലിയ വർത്തമാനം പറയുന്ന ഗവൺമെന്റ് മാവോയിസ്റ്റുകളെ ഈ രാജ്യത്ത് ആരും അംഗീകരിക്കുന്നില്ലല്ലോ. അവർ നടത്തുന്ന പ്രവൃത്തിയും ആരും അംഗീകരിക്കുന്നില്ല. കേരളത്തിൽ 8 പേരാണല്ലോ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊല ചെയ്യപ്പെട്ടത് വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിൽ. എന്താ ഇടതുപക്ഷത്തിന്റെ നിലപാട്? ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ രാജ്യത്ത് തെറ്റായ നടപടി സ്വീകരിക്കുന്നത്, അത് കെജ്രിവാൾ ആണെങ്കിലും ഞാനാണെങ്കിലും മാഷാണെങ്കിലും ആരാണെങ്കിലും, തെറ്റായ നടപടി സ്വീകരിക്കുക, അഴിമതി ചെയ്യുക, അഴിമതിയുടെ കൂട്ടുനിൽക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യപ്പെടും. അതിൽ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ലെന്നേ. എത്രയോ ആളുകൾക്കെതിരെ കേസുകൾ എടുക്കുന്നു, എത്രയോ ഭരണകർത്താക്കൾ ജയിലിൽ പോകുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്, നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിമാർ ജയിലിൽ പോയിട്ടില്ലേ? കേന്ദ്രമന്ത്രിമാർ ജയിലിൽ പോയിട്ടില്ലേ? നിലവിലെ മുഖ്യമന്ത്രിമാർക്കെതിരെ കേസുകളില്ലേ? അപ്പൊ അതിനെല്ലാം തെറ്റാണ് എന്നും അതെല്ലാം ആരെങ്കിലും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എഴുതി പ്രചരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരെയെല്ലാം ചോദ്യം ചെയ്യുന്ന സാഹചര്യം അന്വേഷണ ഏജൻസികൾ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഡൽഹിയിൽ ഒന്നും കാണാനില്ല. പക്ഷേ നിയമപരമായി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ച് കോടതി തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുമ്പോൾ കോടതികൾ ഇതെല്ലാം കാണാതെയാണോ മുൻകൂർ പക്ഷെ ഒരു കണക്കുണ്ട്, ഇടിയെടുത്ത 99% കേസുകളിലും കൺവിക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കണക്കുകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ചെറിയ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയെ താങ്ങി നിർത്താൻ വേണ്ടി അത്തരത്തിൽ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇലക്ട്രൽ ബോണ്ട്, PM കെയേഴ്സ്,
അതുപോലെ ഈ രാജ്യം നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഈ മാധ്യമങ്ങളുടെ ഈ ചെറിയ മാധ്യമങ്ങളുടെ ഒരു കളക്റ്റീവ് പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയും അത് കോടതികളിൽ എത്തുകയും ആ വാർത്തകൾക്ക് ആധാരമായ കാര്യങ്ങളിൽ കോടതിയുടെ വലിയ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് വയർ, ന്യൂസ് ക്ലിക്ക്, സ്ക്രോൾ തുടങ്ങിയ ന്യൂസ് ലോണ്ടറി തുടങ്ങിയ മാധ്യമങ്ങളെല്ലാം അത്തരത്തിൽ ഒരു സംഭാവന, അത്തരത്തിൽ അവരുടെ ഒരു മാധ്യമധർമ്മം കൃത്യമായി രാജ്യത്ത് നിർവഹിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ വിജ്ഞാപനത്തിന് സ്റ്റേ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സ്ഥിതി? അല്ല, തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുമ്പോൾ ക്യാമ്പയിൻ കാലമാണ്, പ്രചരണത്തിൻ്റെ കാലമാണ്. പ്രചരണം എന്ന് പറഞ്ഞാൽ സ്വന്തം മാനിഫെസ്റ്റോ പ്രചരിപ്പിക്കുക മാത്രമല്ല, നമ്മൾ സർക്കാരിനെ വിമർശിക്കുന്നു, പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു, അതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അഭിപ്രായ രൂപീകരണത്തിന് വോട്ടർമാരെ സഹായിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമരംഗത്തിൻ്റെ അവസ്ഥ എന്താണ്? ആരെയാണ് അറസ്റ്റ് ചെയ്തത്, പേര് പറയാമോ എന്നൊക്കെ ഇവിടെ ചോദിക്കുകയുണ്ടായല്ലോ. ആ ചോദ്യങ്ങളൊന്നൊക്കെ അപ്രസക്തമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദേശീയ മാധ്യമരംഗം ഒരുപക്ഷെ ഭയത്തിൻ്റെ ഒരു ഭയഗ്രസ്തമായതുകൊണ്ടാവാം അവർ നിശബ്ദതയിലാണ്. ഇതിനു മുൻപ് ഉണ്ടാകാത്ത രീതിയിലുള്ള ആ നിശബ്ദത അവരെ ആവരണം ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എവിടെ ആരാണ് ചില കാര്യങ്ങളെങ്കിലും പുറത്തു കൊണ്ടുവരേണ്ടത്? അവിടെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് വിളിക്കുന്ന ന്യൂ മീഡിയയെ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നത്. അവിടെയാണ് ഈ ഓൺലൈൻ പോർട്ടലുകൾ പ്രവർത്തിക്കുന്നത്. ധാരാളം ഓൺലൈൻ പോർട്ടലുകൾ ചെറുതും വലുതുമായ വ്യൂവർഷിപ്പോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ പല വാർത്തകളും പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതിൽ തെറ്റുണ്ടെങ്കിൽ, മറ്റ് അനാശാസ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നിയമമുണ്ട്. ആ നിയമപരമായ നടപടി സ്വതന്ത്രമായ ഏജൻസികൾ സ്വീകരിക്കുന്നതിന് പകരം ഒരു സർക്കാരിൻ്റെ ഒരു വകുപ്പ് അതിൻ്റെ തെറ്റും ശരിയും പരിശോധിച്ച് ഇതാ നിങ്ങൾ ഈ വാർത്തകൾ പ്രസിദ്ധപ്പെടുത്തിക്കൂടാ, അത് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ, അതായിരുന്നു സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. 1975 സെൻസർഷിപ്പ് അതായിരുന്നു. ഞാനന്ന് പത്രപ്രവർത്തകനായിരുന്നു, എനിക്കറിയാം അന്ന് എന്താ സംഭവിച്ചത്. ഈ PIB ഉദ്യോഗസ്ഥന്മാർ നമ്മുടെയൊക്കെ ഓഫീസുകളിൽ കയറിയിറങ്ങി അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് വെട്ടുന്നു, റിമൂവ് ചെയ്യാൻ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ രാജ്യത്തെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. എങ്കിൽ നിങ്ങൾ ധൈര്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, സെൻസർഷിപ്പ് ഏർപ്പെടുത്തുക. അത് ചെയ്യാതെയുള്ള ഈ കളി അതൊരു വ്യാജമായ കളിയാണ്. ആ കളിയിലെ തട്ടിപ്പാണ് ഇന്ന് സുപ്രീം കോടതി പരസ്യമാക്കിയതും റദ്ദാക്കിയിരിക്കുന്നതും. മാധ്യമങ്ങളെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് മാധ്യമ സെൻസർഷിപ്പ് കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനാണ് സുപ്രീം കോടതി ഇന്ന് വലിയ രീതിയിൽ ബ്രേക്ക് ഇട്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത M. പ്രകാശൻ മാസ്റ്റർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, എല്ലാവർക്കും വളരെയധികം നന്ദി.